ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഓക്സിഡേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഒരു സിമ്പിളായിട്ടൊരു എലിപ്പെട്ടി, അതായത് പ്ലാസ്റ്റിക് കുപ്പി വെച്ചിട്ട് നമുക്ക് വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എലിപ്പെട്ടിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ കിട്ടിട്ട്, കാരണം ലോക്ക്ഡൗൺ കാരണം എവിടെയും പോകാനൊന്നും ഇല്ലാണ്ട് നമ്മൾ വീട്ടിൽ മടി പിടിച്ചിരിക്കായിരുന്നു. സത്യം പറഞ്ഞാൽ വീഡിയോ ചെയ്യാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാണ്ടിരിക്കായിരുന്നു. പക്ഷേ ഒരു ദിവസം യൂട്യൂബ് എടുക്കുമ്പോൾ നമുക്ക് വീഡിയോസ് ചെയ്യാൻ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തായാലും വീഡിയോസ് ചെയ്യും. സ്ഥിരമായിട്ട് ആഴ്ചയിൽ 2 ഒരെണ്ണൊക്കെ വെച്ചിട്ട് നമുക്ക് മാക്സിമം ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ടല്ല വാ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെ എലിപ്പെട്ടി, സിമ്പിളായിട്ടുള്ള ഒരു എലിപ്പെട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണമെന്നുള്ള കാണിച്ചു തരാതെ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഒരു കട്ടർ, അത് ബ്ലേഡിൻ്റെ ഒരു കട്ടർ, പേനക്കത്തി, പിന്നെ ഒരു പപ്പടക്കോല്, പിന്നെ ഒരു നമ്മളെ എന്താ പറയുക പിന്നി, പിന്നെ 2 പേന ഉപയോഗിച്ച് കഴിഞ്ഞാൽ പേന കേട്ടോ, പിന്നെ ഒരു നൂല്, 2 റബ്ബർ ബാൻഡ്, ഒരു പ്ലാസ്റ്റിക് കുപ്പി, അത്രേ ഉള്ളൂ. ഇതപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ ഒരു കുപ്പി എടുക്കാം. കുപ്പി എടുത്തിട്ട് സിമ്പിളാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് പേനക്കത്തി എടുക്കാം. ഈ ഒരു ഭാഗം ഏകദേശം എന്താ കുറച്ച് ഭാഗം, പ്രത്യേകിച്ച് അളവിൽ 1, 2, 3, 4, 5, ഒരു 5ാമത്തെ കട്ട അല്ലെങ്കിൽ 4ാമത്തെ കട്ട വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇതുപോലെ ഇങ്ങനത്തെ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് പപ്പടക്കോൽ, നേരത്തെ എടുത്ത് പപ്പടക്കോല് ഇട്ടിട്ട് അതിങ്ങനെ തുറന്നാക്കുക, അല്ലെങ്കിൽ അളവ് തെറ്റും. ഈ ഒരു ഭാഗത്തുനിന്ന് ഹോൾ ഇട്ടിട്ട് ഈ ഒരു ഭാഗത്തേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഹോൾ ഇട്ടിട്ട് ഇപ്പുറത്ത് കൂടി ഇങ്ങനെ കയറ്റിയിടുക. അതുപോലെ തന്നെ ബാക്കിലും ഹോൾട്ട് എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ 4 ഹോളാണ് ടോട്ടലായിട്ട് ഇട്ടത്. അപ്പോൾ അതിലേക്ക് 2 ഹോൾ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്ത് 2 പാൻ ഇങ്ങനെ വെച്ച് കൊടുക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഹോളിൽ കൂടി 2 പാനൊക്കെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് റബ്ബർ ബാൻഡ് ഇടണം. അതായത് ഒരു പാനമെന്ന് ഇപ്പോഴത്തെ വശത്തേക്ക് റബ്ബർ ബാൻഡ് ഇടണം. അതുപോലെ 2 വശവും 2 റബ്ബർ ബാൻഡ് വെച്ചിട്ട് നല്ല എന്താ പറയുക, തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക് അടയുന്ന രീതിയിൽ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു 2ാമത്തെ റബ്ബർ ബാൻഡ് ഇട്ടാണ് അതിട്ട് കഴിഞ്ഞത്. ഇനി കാണിച്ചു തരാം എങ്ങനെ അടയണം എന്നുള്ളത്. ഇതിങ്ങനെ വെക്കും, അടയും കേട്ടോ. ഇങ്ങനെ തുറന്ന് വെക്കും നമ്മ, വിടുമ്പോൾ തുറന്ന് വെക്കണതാണെന്നുണ്ടെങ്കിൽ മോളിൽ നിന്ന് വിടുമ്പോൾ അടയും. ഇതാണ് ഇതിൻ്റെ സിസ്റ്റം എന്ന് പറയണത്. കണ്ട, ഇതിൻ്റെ സിമ്പിളാണ്. കണ്ട, ദേ അടഞ്ഞ്, ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പിന്ന് അത് നീർത്താം, അതായത് മടങ്ങിയിരിക്കുന്ന പിന്ന് നീർത്തിയിട്ട് ഇങ്ങനെ നേരക്കാക്കാം. അപ്പോൾ പിന്നെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നൂല് നമ്മളെ കുപ്പിയുടെ നെക്കിൻ്റെ ഭാഗത്ത്, കുപ്പിയുടെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലെ കെട്ടാം. നല്ല രീതി നന്നായിട്ട് കെട്ടാം. അത് ഊരിപ്പോകാൻ പാടില്ല. അഥവാ അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊരിപ്പോകാൻ പാടില്ല. അപ്പോൾ അത് റെഡിയാക്കി വലിച്ച് അളവ് നോക്കാം, എന്തോരം ബാക്കോട്ട് വേണം എന്നുള്ളത് നോക്കിയിട്ട് അത് ചെത്തി കളയാം. അതിനുശേഷം നമുക്ക് പിന്നിൻ്റെ അളവ് നോക്കിയിട്ട് അതിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട് ചെറിയൊരു കെട്ടും കൂടി ഇട്ട് കൊടുക്കുക. കാരണം പിന്നുമ്പോൾ കുളത്തി വെക്കണം നമുക്ക് ഈ നൂല്. പിന്ന് വലിയുമ്പോഴാണ് ഈ നൂല് വിട്ടിട്ട് നമ്മൾ ഈ ഡോർ അടയണത്. അപ്പോൾ അത് ചെറിയൊരു തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ആക്കുക. ചെറുത് കൊടുത്താൽ വേലിക്ക് ഞാൻ തിന്ന എലിപ്പെട്ടിൻ്റെ ഉള്ളി വെക്കണക്കാട്ട് മുമ്പായിട്ട് ഞാൻ തേങ്ങാക്കൊത്ത് തിന്നതിന് ശേഷമല്ല കേട്ടോ. അപ്പോൾ ഒരു പിന്നുമ്പോൾ നമുക്കൊരു തേങ്ങ കഷ്ണം ഇതുപോലെ വെച്ചിട്ടേ നമ്മൾ നേരത്തെ എടുത്ത് കുപ്പിയുടെ ബാക്കിൽ ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. അതായത് ഈ പിന്ന് നമുക്ക് ഉള്ളിൽ കൂടി പുറത്തേക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കുപ്പിയുടെ ഉള്ളിൽ കൂടി ഇനി ഈ പിന്ന് കയറ്റിയിട്ട് നമുക്ക് ഈ പുറത്തേക്ക് അതിൻ്റെ ഒരു സൂചിയുടെ ഭാഗം പുറത്തേക്കാക്കി എടുക്കാം. കൈ കയറുന്നില്ല, കാരണം കുറച്ചും കൂടി വലിയ കുപ്പിയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിരിക്കും. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്നിട്ടായ ഒരു നമ്മളെ വള്ളി നല്ലവണ്ണം ബാക്കോട്ട് വലിച്ചിട്ട് ഈ പിന്നുമ്മ ഇതുപോലെ കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. സംഭവം എന്തായാലും സെറ്റായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ സിമ്പിളായിട്ടുള്ള ഒരു കുപ്പി കൊണ്ടുള്ള എലിപ്പെട്ടി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ എലി കുടുങ്ങിയാലുള്ള എലിയുടെ ഒരു അവസ്ഥ, അതായത് ഇതിലെങ്ങനെ എലിപ്പെടുമോ എല്ലാം ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് ഒരു വീഡിയോ എന്തായാലും കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമുക്കൊന്നുകൂടി കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിൽ എലി വരുന്നതും അതിൻ്റെ ഉള്ളിൽ കുടുങ്ങുന്നതും എല്ലാം കാണിച്ചു തരാം. നമ്മൊരു കമ്പി വെച്ച് ജസ്റ്റ് ട്രൈ ചെയ്യാണിത്. ഇങ്ങനെ ആയിരിക്കും എലി വന്ന് കടിക്കുമ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഒരു വിഷ്വല് കാണിച്ചു തരാം. അതായത് ഒരു കുപ്പിയുടെ ഉള്ളിൽ എലി വന്ന് കയറുന്നതും അതിൻ്റെ പരാക്രമങ്ങളൊക്കെ കാണിച്ചു തരാം. അതെ, ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് എലി വന്ന് കുറേ പ്രാവശ്യം നോക്കണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പെടുമോ എന്നൊക്കെ ഉള്ള പേടിയിലാണ് ചെക്കൻ. അപ്പോൾ എന്നാലും അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നോക്കി
കുറേ തപ്പി പിടിച്ച് ഇടയ്ക്ക് പേടിച്ച് ബാക്കോട്ട് ഓടിപ്പോയിട്ട് ലാസ്റ്റ് കുടുങ്ങും. ചേക്കൻ കുടുങ്ങി. ഇതാണ് അവസ്ഥ. ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങും എന്നുള്ള തെളിവാണിത്. ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്തോ കുഴപ്പമൊന്നുമില്ല. വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയാണ്ടെങ്കിൽ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ എന്നോട് പേഴ്സണലായിട്ട് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ മാക്സിമം റിപ്ലൈ തരാൻ ശ്രമിക്കാം. പിന്നെ ഇതിലും നല്ല നല്ല വീഡിയോസ്, ഇതിപ്പോൾ ഒരു ചെറിയ സംഭവമാണ്, ഇതിലും നല്ല നല്ല വീഡിയോസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ ഓക്സിജൻ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്ത് തന്നെ ബെല്ലൈക്കണോ ഉള്ള ഓപ്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇനിയും ഇതുള്ള നല്ല നല്ല വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അതൊക്കെ നിങ്ങൾക്ക് അറിയാം, എന്നാലും ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ എന്താ പറയുക, ഇതിൽ നല്ല വീഡിയോ എന്നൊക്കെ വീണ്ടും വരാം. ഇറ്റ്സ് മീ മുഹമ്മദ് ജസീൽ സൈനിങ് ഔട്ട്.